നമ്മളെ വയേഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് അതിനുള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന കോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് വരും. അതിൻ്റെ കോപ്പറിൻ്റെ പ്യൂരിറ്റി, അതിൻ്റെ ഗേജ് അല്ലെങ്കിൽ ക്ലാസ്, അതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി, അതിൻ്റെ റെസിസ്റ്റൻസ്, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ അങ്ങനെ കുറേ ടെക്നിക്കൽ കാര്യങ്ങൾ വരുമെങ്കിലും നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഗേജ് അല്ലെങ്കിൽ ഒരു ക്ലാസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളിലും ക്ലാസ് 2 അല്ലെങ്കിൽ ക്ലാസ് 5 വയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ക്ലാസ് 2-ൽ ഗേജ്, ആ കോപ്പറിൻ്റെ ഗേജ് കൂടുതലായിരിക്കും. ക്ലാസ് 5-ന് ഗേജ് കുറവായിരിക്കും. ഈ ഗേജ് കൂടുമ്പോൾ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറയും. അതുകൊണ്ട് തന്നെ ക്ലാസ് 2-ന് ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും, ക്ലാസ് 5-ന് ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും. ഇതൊരു കസ്റ്റമറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ലത് ക്ലാസ് 2 വയേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഒരു ഇലക്ട്രീഷ്യനെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ലത് ക്ലാസ് 5 ആണ്. കാരണം ക്ലാസ് 5-ന് ഫ്ലെക്സിബിലിറ്റി കൂടുതലായതുകൊണ്ട് വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ക്ലാസ് 2-ന് അതിൻ്റേതായ എനർജി എഫിഷ്യൻസി ബെനിഫിറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു കസ്റ്റമർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് 2 വയേഴ്സാണ് നല്ലത്. അതിന് ക്ലാസ് 5-നെ അപേക്ഷിച്ച് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ നമ്മുടെ സുരക്ഷയൊക്കെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ എഫിഷ്യൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ക്ലാസ് 2 തന്നെ പർച്ചേസ് ചെയ്യുന്നതാണ് ഉത്തമം.